Hey there, I'm your friend Shemi KP. Welcome to After Class 12 ലൈഫ് അപ്ഡേറ്റ് വീഡിയോ. ഇപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ടൈപ്പ് ഓഫ് വീഡിയോ. നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും, വിച്ച് വാസ് ലൈക്ക് കമ്പയറിങ് ദ ലാസ്റ്റ് ഡേ ഓഫ് മൈ ക്ലാസ് 12 ടു ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ ക്ലാസ് 12. സോ അതിനുശേഷം അവസാനം വി ആർ ഹിയർ. എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, നമുക്കൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു, എന്നും വീഡിയോ ഇടുക എന്ന് പറയുന്നത് ചാലഞ്ച്. സ്റ്റഡി എന്ന് വെച്ചാൽ എക്സാം ടൈമിനകത്തായിരുന്നു ഈ ഒരു സംഭവം. സോ അത് ലാസ്റ്റ് ഡേ വരെ ആയിരുന്നു. പിന്നെ എനിക്ക് വലിയൊരു മൂഡ് കിട്ടിയില്ല സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാൻ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാം കഴിഞ്ഞ ശേഷം ഭയങ്കര ഒരു നിങ്ങൾക്കറിയാലോ, എക്സാം കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇപ്പോൾ എക്സാം കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു മൂഡിലായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തായിരുന്നു, ഞാൻ യൂട്യൂബ് എടുത്തായിരുന്നു. കുറേ നേരം അതിനകത്ത് വേസ്റ്റ് ആക്കി എന്ന് പറയാൻ പറ്റില്ല, യൂസ് ചെയ്തു എന്നേ പറയുള്ളൂ. കാരണം നമ്മൾ സാധാരണ വേസ്റ്റ് എന്ന് പറയൽ നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കിയിരുന്നാലാണ് നമ്മളതൊരു അൺഇൻറ്റൻഷനൽ ആയിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുള്ളൂ. അപ്പോൾ പിന്നെ എക്സാം കഴിഞ്ഞ ശേഷം കുറച്ചൊക്കെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാമെന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കുഴപ്പമില്ല കുറച്ച് ടൈമൊക്കെ. സോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈം എനിക്ക് പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എൻട്രൻസ് സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എൻട്രൻസ് എക്സാംസ്. എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എൻട്രൻസ്, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ എൻട്രൻസ് എക്സാംസും ആയിട്ട് എക്സ്പോസ്ഡ് ആവുക എന്നുള്ളതായിരുന്നു. സോ അത് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന്. സോ ആസ് യു ക്യാൻ സി, ഇതെല്ലാം ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. JEE സെഷൻ 1 ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. ബയോളജി പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ടൈമിലായിരുന്നു, ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ലായിരുന്നു, വെറുതെ പോയി എഴുതിയായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഒബിയസ്ലി നമ്മൾ നീറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സീരിയസ് പ്രിപ്പറേഷൻ ആയിട്ട്. ഓക്കെ, 5 മെയ്യാം തീയതി ആണെന്ന് തോന്നുന്നു. പിന്നെ കുസാറ്റ് കാറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കീം ചെയ്യണം. നീറ്റിൻ്റെ കേരള കോട്ട അങ്ങനെ എന്തോ, കേരളത്തിൻ്റെ 85% സീറ്റിനകത്ത് കയറാൻ വേണ്ടി കീം വേണമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു. പിന്നെ എന്താ, ഒബ്വിയസ്ലി നമുക്ക് CUET എന്ന് പറയുന്ന സംഭവമുണ്ട്. CUET നിങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ രജിസ്റ്റർ ചെയ്തതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് സത്യം പറഞ്ഞാൽ CUET രജിസ്റ്റർ ചെയ്യാനാണ്. കാരണം അതിനകത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റിക്ക് സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മൾ ഏതൊക്കെ കോഴ്സാണ്, ഒരു ലോഡ് ടൈം എടുക്കും. ഇന്നാണ് ഏകദേശം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, 26 ഏപ്രിലാണ് ലാസ്റ്റ് ഡേറ്റ്. സോ പിന്നെ ഓഫ് കോഴ്സ് ഇവിടെ ഇപ്മാറ്റ് റോത്തക്, ഇപ്മാറ്റ് ഇൻഡോർ, ഇപ്മാറ്റ് റാഞ്ചി, ജിപ്മാറ്റ്, ഇതെല്ലാം IIM-നകത്തുള്ള IPM പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള, എന്ന് വെച്ചാൽ BBA MBA കമ്പൈൻഡ് ആയിട്ടുള്ള കോഴ്സിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് സാധനമാണ്. പിന്നെ ഐസർ IIT ഉണ്ട്. നിങ്ങൾക്കറിയാം ഐസറിനകത്ത് കിടക്കാനുള്ള. NCET ഒരു ന്യൂ ടൈപ്പ് ഓഫ് എൻട്രൻസ് എക്സാമാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ടീച്ചിങ്ങിലോട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു സംഭവം ആണ്. സോ ഏകദേശം നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മെഡിസിനകത്ത് താല്പര്യമുണ്ട്, മാനേജ്മെൻറ്റിനകത്ത് താല്പര്യമുണ്ട്, ടീച്ചിങ്ങിനകത്ത് താല്പര്യമുണ്ട്. ടീച്ചിങ്ങാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. ഈ മാനേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് തോന്നാറുണ്ട്. മെഡിസിനാണ് എനിക്ക് പഠിക്കാനൊരു താല്പര്യമുള്ളത്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്, ഏകദേശം എല്ലാ രീതിയിൽ നോക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ടോട്ടൽ 19,955 വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IIM-നകത്ത് കയറാനുള്ള കോഴ്സസൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് കോഴ്സസ് അല്ല, അതിൻ്റെ എൻട്രൻസ് എക്സാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണല്ലോ സംഭവം. സോ അങ്ങനെയാണ് ഇതിനകത്ത് നീ കാണാൻ പറ്റുക. അപ്പോൾ ഇതെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടാണ്. ഇതിൻ്റെ ടൈമാണ് ഒരുപാട് ടൈം എടുത്തത്. ലൈക്ക് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. കാരണം CUET ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടൈം എടുത്ത്. പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സ്പീഡായിട്ടുണ്ട്. ഈ ജിപ്മാറ്റൊക്കെ ഞാൻ രജിസ്റ്റർ ചെയ്ത് 5-6 മിനിറ്റ് കൊണ്ടാണ്. കാരണം ഇത്രയും ചെയ്ത് നമുക്കൊരു ശീലമായിട്ടുണ്ട്. സോ അതായിരുന്നു എൻട്രൻസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ സംഭവം. പിന്നെ കീമിൻ്റെ ഡേറ്റ് ഇപ്പോഴും വന്നിട്ടില്ല. എന്തോ എക്സാം നടക്കുന്നത് ജൂണിലാണ്, പക്ഷേ അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. സോ വേറൊരു വലിയ അപ്ഡേറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ജോയിനിങ് എ ക്രാഷ് കോഴ്സ്. ഇവിടെ യൂണിവേഴ്സലിനകത്താണ് ജോയിൻ ചെയ്യുന്നത്. യൂണിവേഴ്സൽ ഇവിടെ കോട്ടക്കൽ വിച്ച് ഈസ് ഇൻ മലപ്പുറത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെയാണ് ഞാൻ ക്രാഷ് കോഴ്സ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. അതിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഫീലിംഗ് ആണെന്ന് അറിയില്ല. നമ്മുടെ ഇങ്ങനെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നും, ലൈക്ക് ഇത്രയും പൈസ ഞാൻ കളിയാണോ സ്പെൻഡ് ചെയ്യല്ലേ. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളിങ്ങനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കും, ഇതൊക്കെ ഞാൻ തിരിച്ചുണ്ടാക്കുമല്ലോ, ഇത് വെറുത്തിട്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പ്രത്യേകതരം ഇമോഷനാണ്. അതെല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഇത്രയും പൈസ കൊടുത്തിട്ടാണല്ലോ ഈ പഠിക്കുന്നത് എന്നുള്ള. എങ്ങനെയാണെങ്കിൽ അതെല്ലാം വെറുത്തിട്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കാരണം ഭയങ്കര സില്ലായിട്ട് കാരണമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. ഞാൻ ഇവിടെ ഇരുന്ന് ഒരുപാട് പഠിച്ചിരുന്നു നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട്. അതിൻ്റെ മുന്നൊക്കെ ഞാൻ വീട്ടിലിരുന്നായിരുന്നു പഠിച്ചത്. അപ്പോൾ ഞാനൊരു എൻവയോൺമെൻറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടും ഒന്നുകൂടിയൊക്കെ ഒന്ന് റെഗുലർ ആവാൻ വേണ്ടിയിട്ടാണ് ഹോസ്റ്റൽ തിരഞ്ഞെടുത്തത്. ഹോസ്റ്റലിന് 10,000 പെർ മന്ത്, ഒറ്റ മന്തേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഓക്കെ, ക്രാഷ് കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തത് 17,000 റുപ്പീസിൻ്റെയാണ്. എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തന്നെ തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന സംഭവമാണ്, ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ പലരും പറയുന്നതായിട്ട് തന്നെ കേട്ടിട്ടുണ്ടാവും, ക്രാഷ് കോഴ്സസ് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ള സംഭവം. അത് സത്യം തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഐ എം ജോയിനിങ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. പ്ലസ് ടു ക്ലാസ് 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ക്ലാസ് 12 വരെ നിങ്ങൾക്ക് അറിയാം അടുത്ത വർഷം എന്താണെന്ന്. അടുത്ത വർഷം നിങ്ങൾക്ക് 8ലാണെങ്കിൽ 9. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വാട്സപ്പ് നോക്കുമ്പോൾ ഒരു സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട്. സത്യം പറയാലോ, സ്റ്റാറ്റസിനകത്ത് ഇങ്ങനെയാണ്, നമ്മുടെ 7th സ്റ്റാൻഡേർഡ് ലൈഫ് കഴിയാൻ പോകുന്നു, നാളെ 3:15. ഐ മീൻ അങ്ങനത്തെ സ്റ്റാറ്റസ് നിങ്ങൾ കുട്ടികളുടെ ഇടുന്ന കണ്ടിട്ടുണ്ടാവും. ബട്ട് നമ്മൾ ആ പ്രായത്തിലായപ്പോൾ നമുക്കതും വലിയ സംഭവമായിരുന്നു. ബട്ട് ഇപ്പോൾ 12th കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാലോ ആ ഒരു ഫീലിംഗ്. ലൈക്ക് ഈ എന്താപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. അപ്പോൾ എന്തായാലും 12th കഴിഞ്ഞാലുള്ള ഫീലിംഗ് ഡിഫറെൻ്റ് ആണ്. കാരണം യു ഹാവ് ടു ചൂസ് യുവർ ഓൺ ലൈഫ്. നിങ്ങൾ ചൂസ് ചെയ്യണം ഇനി എന്ത്, എങ്ങനെ, എപ്പോൾ എന്നുള്ളത്. ശരിയാണ്, പണ്ടത്തെ കാലത്തൊക്കെ പാരൻസ് ഫോഴ്സ് ചെയ്തിരുന്നു, നീ മെഡിസിൻ തന്നെ പോകണം, എഞ്ചിനീയറിംഗ് തന്നെ പോകണം, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കുട്ടികൾക്ക് എന്താ ഇഷ്ടം, ആ ഒരു രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു സംഭവമാണ്, നല്ലൊരു ഫ്രീഡമൊക്കെ ഉള്ളൊരു ലൈഫാണ്. ഐ മീൻ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ബട്ട് അത് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സ്റ്റേറ്റ്സ് ഒക്കെ വരും. ഇത് ചെയ്യണോ അത് ചെയ്യണോ, ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ടൊന്നും ആയില്ലെങ്കിൽ എന്താവും. ഐ മീൻ എനിക്കറിയില്ല, പ്രത്യേകിച്ച് റിപ്പീറ്റ് ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നവരുടെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരിക്കും. അഥവാ റിപ്പീറ്റ് ഇയറിൽ പോലും കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ള ടൈപ്പ് ഓഫ് ഫീലിംഗ് അതൊക്കെ ഉണ്ട്. പിന്നെന്താ, പിയർ പ്രഷർ ഉണ്ടാവും. റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പുതിയ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു ഫീലിംഗ് ഉണ്ടാകും. സോ ഞാൻ 7th സ്റ്റാൻഡേർഡിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒബ്വിയസ്ലി. എന്തായാലും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, 7th സ്റ്റാൻഡേർഡത്തെ കുട്ടികൾക്കും 7th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. ബട്ട് 12th സ്റ്റാൻഡേർഡ് കഴിയുന്നതിന് അത്ര എത്തില്ല. ഇതൊക്കെ ഇപ്പം തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ പറയുന്നത്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. സോ അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോയിൽ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറയും, അതേപോലെ പറയും, അൺഎഡിറ്റഡ് ആയിട്ട്. സോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് വീഡിയോ. അപ്പോൾ പല ആളുകൾക്കും അതൊക്കെ റിലേറ്റബിൾ ആയിട്ട് തോന്നാറുണ്ട്, ചില ആളുകൾക്ക് റിലേറ്റബിൾ അല്ലാതായിട്ടും തോന്നാറുണ്ട്. സോ ആസ് യു ക്യാൻ സീ, മൂവിങ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്തെല്ലാം എടുക്കേണ്ടത് എന്തൊക്കെയാണ്, ബുക്സ്, നോട്ട് ബുക്സ്, പൗച്ച്, നല്ല പെന്ന്, ഫയല്, പെയർമെൻറ്റ്, ഖുറാൻ, വാട്ടർ ബോട്ടിൽ, ടൂത്ത് പേസ്റ്റ്, സോപ്പ് ബുക്സ്, ബ്രഷ് ടവൽ, ഡ്രസ്സ്, കോമ്പ്, ഫീറ്റ്മെൻറ്റ്, ഹെയർ മെഡ്, ബെഡ്ഷീറ്റ്, ട്രിമ്മർ, അങ്ങനെ ടിഷ്യൂസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ബുക്കെല്ലാം കൊണ്ടുപോകാനുണ്ട്. ഈ സംഭവങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെന്താ, നമ്മൾ എന്തൊക്കെ ഇങ്ങനെ പെട്ടികളൊക്കെ വെക്കുന്നുണ്ട്, സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിലോട്ട് മൂവ് ചെയ്യുന്നത്. ഞാൻ ഒബ്വിയസ്ലി എന്ന് ഒരുപാട് പ്രാവശ്യം പറയാറുണ്ടെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. അത് സത്യമാണ്. ഐ അഗ്രി വിത്ത് യു ഗൈസ്. സോ നമുക്കത് ശരിയാക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ പോകുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ പോകുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വീഡിയോ മിക്കവാറും ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ നെക്സ്റ്റ് 40 ഡേയ്സിന് വീഡിയോസ് ഒന്നും കണ്ടോളുന്നില്ല. എനിക്കും നിങ്ങളോട് തന്നെ പറയാനുള്ളത്, ഞാൻ നെക്സ്റ്റ് 40 ഡേയ്സ് യൂട്യൂബ് പോലും നോക്കാതെ പഠിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബ് എല്ലാം കളഞ്ഞിട്ട്, എല്ലാ സംഭവങ്ങളും കളഞ്ഞിട്ട്, യൂട്യൂബ് സത്യം പറഞ്ഞാൽ കളയാൻ പറ്റില്ല. അത് യൂട്യൂബിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. കാരണം അതിനകത്ത് ഒരുപാട് ക്ലാസ്സസും നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കാം, പുതിയ പഠിക്കാനായിട്ടുള്ളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിടുക. മറ്റേ അക്കൗണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതിനകത്ത് പഠിക്കുന്നത് മാത്രം നോക്കുകയുള്ളൂ എന്നുള്ള സ്ട്രിക്റ്റ് ഷെഡ്യൂൾ ഫോളോ ചെയ്താൽ സെറ്റാവും. സോ അങ്ങനെ ചെയ്യാനെങ്കിലും ശ്രമിക്കാം. നമുക്ക് എല്ലാവർക്കും ഒപ്പം ഇത് സെറ്റാക്കാം. പിന്നെ ഫയൽ കിടക്കുന്നുണ്ട്, ചിലപ്പോൾ പിന്നെന്താ പൗച്ച്, ഇതെല്ലാം മാത്സിൻ്റെ സംഭവങ്ങളാണ്. മാത്സിൻ്റെ ചില നോട്ട്സ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സംഭവങ്ങളും ഉണ്ട്. ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്താണെന്ന് കൊണ്ടുപോകാതിരിക്കേണ്ടത് എന്താണെന്നുള്ള ചൂസിങ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ന്. അപ്പോൾ ഇന്നലെ വരെ സത്യം പറഞ്ഞാൽ രജിസ്ട്രേഷൻ ആയിരുന്നു. ഇന്നൊക്കെ ഫുൾ പാക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബുക്സ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ക്ലാസ് 11 NCERT, ക്ലാസ് 12 NCERT, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ബാങ്ക്സ്, എല്ലാ സംഭവങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സോപ്പ് ബോക്സ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ വാങ്ങുന്നത്. ഓക്കെ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സംഭവമാണ്. ഹോസ്റ്റലിലുള്ളവർ യൂസ് ചെയ്യുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ സോപ്പ് നമ്മളാണ് യൂസ് ചെയ്യുക. സോ നമ്മുടെ സോപ്പ് എടുത്ത് വെക്കാൻ ഇത് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ ഇന്നാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സാധനം അറിയുന്നത്.
പിന്നെ ഒബ്വിയസ്ലി എനിക്ക് ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്സ് നല്ല എസ്തറ്റിക്കായി തോന്നുന്നുണ്ട്. ലൈക്ക് ഒരു മാറ്റ് ടച്ചും അതുപോലെ തന്നെ ഇങ്ങനെ ഭയങ്കര മോട്ടിവേഷണൽ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് നോട്ട്ബുക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഈ ഒരു ഫിനിഷൊക്കെ ഉള്ള. അപ്പോൾ ഫോളോ യുവർ ഡ്രീംസ്. നൈസ്. സോ പ്രത്യേകിച്ച് ഒന്നുമില്ല. നാളെ രാവിലെ 8:30 പോയിട്ട് ഹോസ്റ്റലിനകത്ത് ജോയിൻ ചെയ്യണം. പിന്നെ 40 days അൺടിൽ നീറ്റ് ക്രാഷ് കോഴ്സാണ്. ഈ ഒരു ക്രാഷ് കോഴ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു സംഭവം കൂടിയാണ്. നമ്മൾ സയൻസ് സബ്ജക്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നീറ്റിന് മാത്രമല്ലല്ലോ ഈ ഒരു സബ്ജക്ട്സ് വരിക. മാത്സ് വിട്ട് കഴിഞ്ഞാൽ കീമായാലും കൊസാറ്റായാലും പിന്നെ CUET ആയാലും, CUETയിൽ മാത്സ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റും ഏകദേശം നീറ്റിന് വരുന്ന കോമൺ ആയി വരുന്ന വേറെയും കുറേ എൻട്രൻസ് എക്സാംസ് ഉണ്ട്. ഐസറിൻ്റെ ആയാലും, ഐസറിൻ്റെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആണ് സിലബസ്. ഐസറിനകത്ത് കയറാനുള്ള IIT ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സോ അതിൻ്റെ സിലബസും ഓവർലാപ്പ് വരുന്നുണ്ട്. അപ്പോൾ കുറേ എൻട്രൻസ് എക്സാമിൻ്റെ സിലബസ് ഓവർലാപ്പ് വരുന്നുണ്ട്. സോ അതും കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് നീറ്റിൻ്റെ ക്രാഷ് കോഴ്സ് എന്ന് കരുതിയത്. പിന്നെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ചിലതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന്. ആരെങ്കിലും വീഡിയോ ഇതൊന്നും അറിയാതെ കാണുന്നുണ്ടെങ്കിൽ മോശമാണല്ലോ. സോ കുസാറ്റ് കാറ്റ് കൊച്ചി യൂണിവേഴ്സിറ്റീനകത്ത് കുറേ കോഴ്സസിനകത്തുള്ള BSc ഉണ്ട്, MSc ഉണ്ട്, ഇൻറ്റഗ്രേറ്റഡ് BSc MSc ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ BTech പോലത്തെ സംഭവങ്ങൾ. അതിനൊക്കെ ഉള്ള കൊച്ചി യൂണിവേഴ്സിറ്റീനകത്ത് കയറാനുള്ള എക്സാമാണ്. കീം നിങ്ങൾക്കറിയാം, കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ ട്രസ്റ്റ്. CUET സെൻട്രൽ യൂണിവേഴ്സിറ്റീനകത്തോട്ട് കയറുള്ള. പിന്നെ IPMATും JIPMATും IIMനകത്തുള്ള ഇൻറ്റഗ്രേറ്റഡ് IPM പ്രോഗ്രാമിനകത്ത് മാനേജ്മെൻറ്റ് കോഴ്സിനകത്ത് കയറാനുള്ള എൻട്രൻസ് എക്സാംസാണിത്. പിന്നെ IIT നിങ്ങൾക്കറിയാം, ഐസറിനകത്തോട്ട് കയറാനുള്ള കോഴ്സാണ്. പ്യുവർ സയൻസസ് പഠിക്കാൻ താല്പര്യം ഉള്ളവർ ഐസറിനകത്ത് നിന്ന് ഭയങ്കര റിസർച്ച് ഫീൽഡൊക്കെ താല്പര്യമുള്ളവർക്ക് NCT ഞാൻ പറഞ്ഞു ടീച്ചിങ് കോഴ്സാണ്. ഇൻറ്റഗ്രേറ്റഡ് BEd BSc അല്ലെങ്കിൽ BEd പിന്നെന്താ മറ്റേ BCom ഏത് രീതിയിലാണെങ്കിലും ടീച്ചിങ്ങിനകത്തോട്ട് കിടക്കാനുള്ളത്. മുന്നേ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ. ഓക്കെ, ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാർബർ ഷോപ്പിനകത്ത് പോകാൻ. ഈ തലേ ദിവസമാണ് എനിക്കിതെല്ലാം ഓർമ്മ വരുന്നത്. സത്യം പറഞ്ഞാൽ തലേ ദിവസം ഇരുന്നിട്ടാണ് ഞാൻ ഇതെല്ലാം മര്യാദ ചെയ്യുന്നത്. ഇത്രയും ദിവസം രജിസ്ട്രേഷൻ്റെ ഇതിലും പിന്നെ വെറുതെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. ഓക്കെ, സോ എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞിട്ട് ബാർബർ ഷോപ്പിനകത്ത് പോകണം. പിന്നെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കലുണ്ട്, ഞാൻ ഇങ്ങനെ മുടിയൊന്നും ഒന്നും ശരിക്കാക്കാതെ വെറുതെ എന്ന് വെച്ചാൽ ശരിക്കും ഞാൻ എങ്ങനെയാണ് റൂമിനകത്ത് ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. ബട്ട് ഐ തിങ്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എൻ്റെ ഒരു വീഡിയോയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫുൾ മേക്കപ്പും അതൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഒരു അടിപൊളി വ്ളോഗിങ് സംഭവം അങ്ങനെയൊന്നും അല്ല. ജസ്റ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ചാനലിൻ്റെ ലക്ഷ്യമെന്ന് ആളുകൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എനിക്കൊരു രീതിയിലുള്ള ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഇതിൽ ഏതൊക്കെ രജിസ്ട്രേഷൻ്റെ ഡെഡ് ലൈൻസ് എന്നൊക്കെ. JEE സെഷൻ 1 എന്തായാലും എന്നോ കഴിഞ്ഞു. JEE സെഷൻ 2ൻ്റെ രജിസ്ട്രേഷൻ ടൈമും കഴിഞ്ഞിട്ടുണ്ട്. നീറ്റിൻ്റെ രജിസ്ട്രേഷൻ ടൈമും കഴിഞ്ഞിട്ടുണ്ട്. കുസാറ്റ് കാറ്റിൻ്റെ രജിസ്ട്രേഷൻ ടൈമും കഴിഞ്ഞിട്ടുണ്ട്. കീമിൻ്റെ രജിസ്ട്രേഷൻ വന്നിട്ടേ ഇല്ല. CUETയുടെ രജിസ്ട്രേഷൻ ഇന്ന് കഴിയും, April 26 കഴിയും. IPMAT റോത്തക്കിൻ്റെ രജിസ്ട്രേഷൻ April 10 അങ്ങനെ എന്തോണം കഴിയുക. സോ ടൈമുണ്ട്. IPMAT ഇൻഡോറിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. IPMAT ഒക്കെ ഞാൻ പറഞ്ഞല്ലോ മാനേജ്മെൻറ്റ് കോഴ്സിനകത്തോട്ടുള്ളതാണ്. അപ്പോൾ IPMAT ഇൻഡോറിൻ്റെ രജിസ്ട്രേഷൻ ഇന്നാണ് കഴിയുക, April 26 കഴിയുക. IPMAT റാഞ്ചിയും ഏപ്രിൽ എന്നാണ് കഴിഞ്ഞത്. സോ കഴിഞ്ഞിട്ടില്ല, ഇനിയും ടൈമുണ്ട്. JIPMATനും നല്ല ടൈമുണ്ട്. 22 ഇതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ളൂ. സോ JIPMATന് നല്ല ടൈമുണ്ട്. IIT വന്നിട്ടില്ല, NCETയും വന്നിട്ടില്ല. സോ അങ്ങനെയാണ് ടൈമിങ്ങിൻ്റെ സംഭവം. സോ ആർക്കെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ ചിലപ്പോൾ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രജിസ്ട്രേഷൻ കഴിയാൻ പോകുന്നതിലും ചിലവർക്ക് പറ്റിയായിരുന്നു രജിസ്റ്റർ ചെയ്യാൻ. സാരില്ല, ഇറ്റ്സ് ഓക്കെ. ഏകദേശം എല്ലാവരൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ശരിക്കും അത്രേ ഉള്ളായിരുന്നു. ഈ വീഡിയോ ചിലപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും ആവില്ല. ജസ്റ്റ് എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ള രീതിയിലും പിന്നെ നിങ്ങളെല്ലാവരോടും ഒന്ന് പോകുന്നതിൻ്റെ മുന്നേ സംസാരിക്കാമെന്ന് കരുതിയിട്ടുമാണ് ഈ ഒരു വീഡിയോ ഇട്ട്. നിങ്ങൾക്കറിയാലോ, നമ്മൾ എക്സാമിനകത്തൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടാക്കിയിരുന്നു. ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ചാനൽ എന്ന് മാത്രമല്ല എൻ്റെ ലൈഫ് ഇതുപോലെ ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് എനിക്കും കാണാം. പിന്നെ ആർക്കെങ്കിലൊക്കെ ഒരാൾക്കെങ്കിലും ഇത്രയും ആൾക്കാർ വീഡിയോ കാണുന്നതിൽ ഒരാൾക്കെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, ഒറ്റ ആൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ പോലും വലിയ സംഭവമാണ്. സോ അങ്ങനെയൊക്കെ കരുതിയിട്ടിട്ടായിരുന്ന വീഡിയോ ആയിരുന്നു. ഇനി ചിലപ്പോൾ നെക്സ്റ്റ് 40 ഡേയ്സിന് വീഡിയോ ഒന്നും കാണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നിങ്ങളും സാധാ യൂട്യൂബൊക്കെ ഒഴിവാക്കിയിട്ട് ഫുൾ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പഠിക്കുന്നത് അതിന് പഠിക്കാൻ, നമുക്ക് ഒപ്പം പഠിക്കാൻ സത്യം പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ സോ ഡിസ്ട്രാക്ഷൻസൊക്കെ ഒഴിവാക്കിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമുക്കൊരു ലീവ് കിട്ടി സത്യം പറഞ്ഞാൽ. സോ അതിൽ ഞാനൊക്കെ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആപ്സൊക്കെ യൂസ് ചെയ്യുന്നു. ബട്ട് അതിന് ഇൻറ്റൻഷണൽ വേ, അതിൽ ഗിൽട്ടൊന്നുമില്ല.
എക്സാം കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസം കുറച്ചൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉള്ള സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഇറ്റ്സ് ഫൈൻ. ബട്ട് ഇനി ഫുൾ പഠിക്കുക. നിങ്ങളും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൻ്റെ പഠിക്കുന്ന മാത്രം നോക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടൊക്കെ വേണമെങ്കിൽ തുടങ്ങാം. ഇൻസ്റ്റാഗ്രാമെല്ലാം ഒഴിവാക്കാം. വാട്സപ്പും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്റ്റീവായി തോന്നുകയാണെങ്കിൽ അതിനകത്തുള്ള സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അത് കളയാൻ ശ്രമിക്കാം. സോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് സെറ്റായി ഒപ്പം ചെയ്യാം. സോ നെക്സ്റ്റ് 40 days വീഡിയോസ് മിക്കവാറും ഉണ്ടാവില്ല. ഐ മീൻ ചിലപ്പോൾ ഞാൻ ഇതിനകത്ത് വരും. അപ്പം വീഡിയോ ഇടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി ഞാനിടാം. എങ്ങനെയാണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ലൈക്ക് എനിക്ക് റിഗ്രറ്റ് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ക്ലാസ് 11th അഡ്വൈസ് വീഡിയോ, ക്ലാസ് 10th അഡ്വൈസ് വീഡിയോ, അങ്ങനത്തെ വീഡിയോസൊക്കെ എനിക്ക് ഇടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഡോണ്ട് വറി, ക്ലാസ് 10th ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ വീഡിയോ നമുക്ക് ചെയ്യാം. സോ അത്ര ഉള്ളായിരുന്നു ഈ ഒരു വീഡിയോനകത്ത്. ജസ്റ്റ് ആൻ അപ്ഡേറ്റ് വീഡിയോ. ഇനി വി വിൽ സീ യു സൂൺ, വെരി സൂൺ. അപ്പോൾ ഇനി കുറച്ച് ദിവസം വീഡിയോ ഇല്ല, കുറേ ദിവസം വീഡിയോ ഇല്ല. സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് സങ്കടമുണ്ട്. എങ്കിലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്. എന്നെ മറക്കുമോ നിങ്ങളെന്ന് എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. നമ്മളെല്ലാവരും പഠിക്കുന്നു, നമ്മളെല്ലാവരും എല്ലാം ചെയ്യുന്നു. സോ സെറ്റാക്കുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.